ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഒരേ ഒരു നാട് കേരളമാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാം. അന്നാണ് പായസം വെച്ചത്. വെച്ചില്ലേ പായസം? ഇങ്ങോട്ട് പോകാം. വെയിലത്ത് കണ്ട അങ്ങോട്ട് കരിക്കും, ഇങ്ങോട്ട് കരിക്കും. അന്നാണ് നമ്മൾ പായസം വെച്ചത്. വെച്ചില്ലേ? 23,000 വാർഡിൽ നമ്മൾ എന്ത് ചെയ്തു? പായസം വെച്ചു. എന്താ കാര്യം? ലോകത്തോട് നമ്മൾ പറഞ്ഞു, ഇതാ കേരളം ഒരു പുതിയ മാതൃക, ഞങ്ങൾ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു, ഇനി എന്ത് അവസാനിപ്പിക്കണം? അതിദാരിദ്ര്യം അവസാനിച്ചുള്ളൂ, ഇനി എന്ത് വേണം? ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കണം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തോട് പറഞ്ഞു, ഞങ്ങൾ ദാരിദ്ര്യം അവസാനിപ്പിക്കും. ഞാൻ ഈ ജാഥയുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഉണ്ട്. 100, 100, 150 ആൾ, 200 ആളൊക്കെ പങ്കെടുക്കും. അപ്പോൾ അതിലൊരു സ്ത്രീ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു അഭിമുഖത്തിൽ, ശരിയാണ്. ഇനി മൂന്നാമത് ഒരു ഗവൺമെൻറ് വന്നാൽ, LDFൻ്റെ മൂന്നാമത്തെ ഒരു ഗവൺമെൻറ് വന്നാൽ നിങ്ങളുടെ മോട്ടീവ് എന്താണ്, നിങ്ങളുടെ ഉന്നം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നൊരു ചോദ്യം. അപ്പോഴാണെങ്കിൽ രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്ത് 900 പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം മിക്കവാറും എല്ലാം ആയിട്ടുണ്ട്. ഒന്നാം ഗവൺമെൻറ് കാലത്ത് 600, അതിൽ 15 ഒഴിച്ച് മുഴുവൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം വിശദീകരിക്കാൻ പുറപ്പെട്ട രാവിലെ ആകെ 1 മണിക്കൂറേ ഉള്ളൂ ഈ ചർച്ച. ഞാനപ്പോൾ ആലോചിച്ചു, എന്താ പറയുക. അപ്പോൾ ഞാൻ അതിനു മുമ്പ് വായിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതിദാരിദ്ര്യം അവസാനിച്ചതിന് ശേഷം ലോകത്തെ ആദ്യത്തെ ബൂർഷ്വാ പത്രം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പത്രമുണ്ട്. എപ്പോഴാരംഭിച്ചാൽ അറിയോ? അറിയില്ല, പോട്ടെ, ഞാൻ തന്നെ പറയാം. ഫ്രഞ്ച് വിപ്ലവത്തെ കേട്ടിട്ടുണ്ടോ? ഫ്രഞ്ച് വിപ്ലവം കേട്ടിനോ? ഫ്രഞ്ച് വിപ്ലവം പഠിച്ചിട്ടില്ലേ? ഉണ്ട്. എപ്പാ? 1789. ശരി ഉത്തരാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കഴിഞ്ഞ പ്രസംഗം കേട്ടോ എവിടെന്നെങ്കിലും. 1789 ഫ്രഞ്ച് വിപ്ലവം. ആ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിന് ഏതാനും വർഷം മുമ്പ്, നല്ലപോലെ മനസ്സിൽ കുത്തിക്കോ, 1785 ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു പത്രം പുറത്തിറങ്ങി, ദ ടൈംസ്. അതിൻ്റെ പേര് ദ ടൈംസ്. ആ പത്രം നമ്മുടെ കേരളത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ അവസാനിപ്പിച്ചു? അതിദാരിദ്ര്യം അവസാനിപ്പിച്ചപ്പോൾ ആ പത്രം എഴുതി, ലോകത്ത് കേരളം എന്ന ചെറുനാട് അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം. ചൈനയ്ക്ക് ശേഷം നമ്മളാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ്: ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ഥലം മാറ്റപ്പെട്ടിരിക്കുന്നു. എന്തിന്? അതിദാരിദ്ര്യത്തെ. ആ ഓർമ്മയിൽ ഞാൻ ആ പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്: നമ്മളിവിടെ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു, ഇനി എന്താ അവസാനിപ്പിക്കും? ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കും. ദാരിദ്ര്യം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മലയാള പദത്തിൽ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാ? പാവപ്പെട്ടവർ. ഇല്ലേ? ഈ പാവപ്പെട്ടവർ എന്ന് മലയാള വൊക്കാബുലറിയിൽ അല്ലെങ്കിൽ മലയാള നിഘണ്ടുവിൽ പറയുന്ന ഈ പദം, ഏത് പദം? പാവങ്ങൾ എന്ന് പറയുന്ന പദം, ഞാൻ ദ ടൈംസ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്താളുകളിലേക്ക് അതിന് സ്ഥാനം മാറ്റപ്പെടും എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും മനസ്സിലായില്ല പറഞ്ഞത്? മനസ്സിലായോ എന്ന് പറഞ്ഞാൽ പച്ച മലയാളം എന്നാ? പാവങ്ങളില്ലാത്ത ഒരു നാട് കേരളം രൂപപ്പെടുത്തുമെന്നാണ്. അതാ കാര്യം. ചരിത്രത്താളുകളിലേക്ക് സ്ഥലം മാറ്റപ്പെടുന്നു പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പച്ചയായിട്ട് പറയുന്നത് മലയാളം. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഉന്നതാണ്. അതാ ഇടതുപക്ഷം. അതിനാണ് ഇടതുപക്ഷം എന്ന് പറയുക. നേരത്തെ പറഞ്ഞത് ഏത് പക്ഷ? ടാറ്റയ്ക്ക് വേണ്ടി, ബിർളയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ അദാനിക്ക് വേണ്ടി
അംബാനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭരണവർഗത്തിൻ്റെ പേര് ഏത് പക്ഷം? വലതുപക്ഷം. ഈ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ടവർ എന്ന് പത്രം പറയുന്ന അന്ത്യജർ എന്ന് അംബേദ്കർ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പിന്നിലുള്ള സമൂഹത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തെ മുഴുവൻ പുതുക്കി പണിയുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശക്തിക്കുള്ള പേരാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.